അപ്പൊ അങ്ങനെ ഒരു അവസരം ഉണ്ടാകുന്നത് ശരിയാണ്. ഞങ്ങൾക്ക് ഇവിടെ മറുപടി പറയാൻ അവസരമുണ്ടോ? അതുകൊണ്ട് അത് രേഖയിൽ നിന്ന് അങ്ങ് പരിശോധിച്ച് നീക്കം ചെയ്യണമെന്ന് ബിസിനസ് റൂൾസ് അനുസരിച്ച് തെറ്റാണ്, അത് നീക്കം ചെയ്തേ മതിയാകൂ. അങ്ങ് നടപടി സ്വീകരിക്കും. ഞാനത് പരിശോധിക്കുന്നതാണ്, പരിശോധിച്ച് സഭയെ അറിയിക്കുന്നതാണ്. സാർ, അടുത്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സാർ, ഇത് കാരണം ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഗവൺമെന്റ് സൈഡിൽ നിന്നും മറുപടി പറയാൻ അവസരം പോലും കിട്ടാത്ത ഒരു കാര്യമാണ്. റൂൾ 52-ന്റെ വളരെ വലിയ വയലേഷനാണ് ഇവിടെ നടന്നിരിക്കുന്നത്. സഭയിൽ ഒരു കാരണവശാലും രേഖയിൽ ഉണ്ടാകാൻ പാടില്ല. ഞാനത് പരിശോധിക്കും, പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടികളും സ്വീകരിക്കുന്നതാണ്. ജനാധിപത്യത്തിൻ്റെ രണ്ട് കാവലാളുകൾ എന്ന് നമ്മുടെ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന രണ്ടു പേരുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. കേരളത്തിൽ ജനാധിപത്യം പൂത്തപ്പോൾ വിരിഞ്ഞ രണ്ട് പൂവുകൾ, അവരാണ് രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും. അവരുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. എന്തിനാണ് അവർ ഇത്ര രോഷാകുലരായി സംസാരിക്കുന്നത്? പിണറായി വിജയന്റെ സംസാരം രേഖകളിൽ നിന്ന് മാറ്റണം. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് ബക്കാടി കമ്പനിക്ക് വേണ്ടി എണ്ണി പറഞ്ഞു നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അതാണ് ഇവരെ രോഷാകുലരാക്കിയത്. എന്നിട്ട് പിണറായി പിൻവാങ്ങിയോ? കേൾക്കാം നമുക്ക് പിണറായി വിജയന്റെ വാക്കുകൾ. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുതിയ ബജറ്റിൻ്റെ ഷെഡ്യൂൾ അവതരിപ്പിക്കുമ്പോൾ അതിനകത്ത് ഫിനാൻസ് ബില്ലുണ്ടായിരുന്നില്ല. അത് കാണിക്കുന്നത് പുതിയ നികുതി നിർദ്ദേശം ആലോചിച്ചില്ല എന്നാണ്. അപ്പോൾ പുതിയ നികുതി നിർദ്ദേശത്തെക്കുറിച്ച് യാതൊരു ആലോചനയും ഈ ബജറ്റ് തയ്യാറാക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. പക്ഷേ ഒരു സ്വകാര്യ മദ്യ കമ്പനിക്ക് അമിതമായ ലാഭം കൊയ്യാൻ പറ്റുന്ന അവസരം മെല്ലെ ഇതിൽ തിരികിയിരിക്കുകയാണ്. ഇത് ഗൗരവമായ വിഷയമാണ്. സർ, നാം കാണേണ്ടത് 251% നിലവിലുള്ള നികുതി, അതാണ് 120% കുറക്കുന്നത്. സർ, 131% കുറവ്. സർ, എന്തിനു വേണ്ടിയാണിത്? ആർക്കു വേണ്ടിയാണിത്? നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർക്ക് ഇതുകൊണ്ട് എന്താണ് ഗുണം? ഇവിടെയാണ് പ്രശ്നം. സർ, ഇവിടെയാണ് പ്രശ്നം. കർണാടകയിലെ ഒരു മദ്യ കമ്പനിക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം സർ, നമ്മുടെ സ്വകാര്യ പുസ്തക കമ്പനിയായ ബക്കാർഡി അവർക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കം അതിദ്രുതഗതിയിൽ നടക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അങ്ങേപ്പോലുള്ള ഒരു നീതിമാൻ ആ ചെയറിൽ ഇരുന്നുകൊണ്ട് ഇരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരമൊരു കാര്യം സംഭവിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ്. സർ, നമ്മുടെ നാട്ടില് സോഫ്റ്റ് ഡ്രിങ്ക് പോലെ സാർവത്രികമാക്കാനാണ് പോകുന്നത്. ഇതാണ് ഗൗരവമായ തരത്തിലും ഇത് അനുവദിക്കാൻ പറ്റില്ല. സമയം രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും പറഞ്ഞത് സ്പീക്കർ കേട്ടു. രണ്ടാമത് നടത്തിയ പ്രസംഗം, പിണറായി വിജയന്റെ രണ്ടാമത്തെ പ്രസംഗം രേഖകളിൽ നിന്ന് നീക്കി. കാണാം നമുക്ക് അതിന്റെ ദൃശ്യങ്ങളും. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, നിങ്ങൾ ദയവായി പ്ലീസ് റിസീവ് യുവർ സീറ്റ്. എന്തിനാണ് പിണറായി വിജയനെ ഇത്ര ഭയപ്പെടുന്നത്? 102 അംഗങ്ങളുള്ള ഭരണപക്ഷം, 102 അംഗങ്ങളുണ്ട് ഞങ്ങൾക്ക്, അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്നാണല്ലോ പറയാറ്. പക്ഷേ പിണറായി വിജയന്റെ വാക്കുകൾ, പ്രസംഗം എന്തിനാണ് ഇവരെ ഇങ്ങനെ അലോസരപ്പെടുത്തുന്നത്? കാരണം മടിയിൽ കനമുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. അഴിമതി നടന്നിട്ടുണ്ട് എന്ന് വിളിച്ചു പറയുന്നത് ഭരണപക്ഷ അംഗങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയന്റെ വാക്കുകളെ ഇവർ വല്ലാതെ ഭയപ്പെടുന്നത്.